പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ജീവനൊടുക്കിയ 9ാം ക്ലാസ്സുകാരി ആശിർ നന്ദയുടെ മരണത്തിൽ കേസെടുത്തതിൽ ആശ്വാസമെന്ന് പിതാവ് പ്രശാന്ത് 24-നോട് 3 അധ്യാപകർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം. തുടർ നടപടികൾ ഉടനുണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചതെന്നും ആശിർ നന്ദയുടെ പിതാവ് പറഞ്ഞു. ആശിർ നന്ദയുടെ പിതാവ് പ്രശാന്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ജെ ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞ 3 അധ്യാപകരുടെ പേരുകളും അതിലുണ്ട്. എന്താണ് ആദ്യ പ്രതികരണം? പോലീസ് കേസെടുത്തായിട്ടാണ് പറഞ്ഞത്. ജെ ആക്ട് പ്രകാരം കേസെടുത്തു എന്നാണ് അറിഞ്ഞത്. CI വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു, നാട്ടുകല്ല് CI. ഈ ജെ ആക്ട് പ്രകാരമുള്ള കേസ് ബാലാവകാശ ലംഘനം നടത്തി എന്നുള്ളതിലാണ് കേസെടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റം അത് ചേർക്കണം എന്നുള്ളതാണ്. എന്നാലാണ് നീതി ലഭിക്കുള്ളൂ. ഇപ്പോൾ മറ്റേ അമ്മയുടെ മൊഴി വന്നിട്ട് എടുത്തു. അങ്ങനെ ഇന്നെന്തായിരുന്നു ഒരു സംഭവവികാസം ഉണ്ടായത്? ഇന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ മൊഴി എടുത്തിട്ടുണ്ട്. നാളെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ പേരുകളും പറഞ്ഞിട്ടുണ്ടല്ലോ. കുട്ടി നേരിട്ട പീഡനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷണർക്ക് ഒരു ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നൊരു ഘട്ടം കണ്ടു. പോലീസിൻ്റെ ഒരു വൈകല്യം വിമർശിക്കുന്ന അതിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യുന്നൊരു അവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ ഒരു വൈകൽ ഉണ്ടായെങ്കിലും ഒരു നീതി ലഭിക്കുന്ന ഒരു പ്രതീക്ഷ തന്നെയല്ലേ? പോലീസിന് സർക്കാരിൽ ഇപ്പോഴും വിശ്വാസം തന്നെയല്ലേ? അന്വേഷണത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നീതി ലഭിക്കും തന്നെയാണ് തോന്നുന്നത്. കുറച്ച് വൈകിയാണെങ്കിലും കേസ് എടുത്തിട്ടുണ്ട് പോലീസ്. കുറ്റക്കാർക്കെതിരെ നിയമപരമായി നീക്കുന്ന നടപടിയെടുക്കും എന്നാണ് വിശ്വസിക്കുന്നത്. മറ്റ് ഇളയ കുട്ടിയെ അവിടെ നിന്ന് മാറ്റി എവിടേക്കാണ് പിന്നെ കൊണ്ടുപോയത്? മാറ്റിയല്ലോ, സ്കൂൾ മാറ്റിയല്ലോ. അവിടെ നിന്ന് മാറ്റി. ആ സ്കൂളിലേക്ക് പിന്നെ പോയിട്ടില്ല, വേറെ സ്കൂളിലാണ് ചേർത്തേക്കുന്നത്. തീർച്ചയായും അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. സർക്കാരും പോലീസും ഒപ്പം നിൽക്കുന്നൊരു പ്രതീക്ഷ ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. ഒരു മാസമായി നമ്മളടക്കം ആ വാർത്ത, ബാലാവകാശ കമ്മീഷൻ വിമർശിച്ച വാർത്ത കൊടുത്തതിന് ശേഷം ഇന്ന് ഏറ്റവും ഒടുവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇപ്പോൾ അത് ജെ ആക്ട് പ്രകാരമുള്ള കേസാണ്. അത് പോരാ, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം അധ്യാപകർക്കെതിരെ. മാത്രമല്ല അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്കും കടക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.